ൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഞാൻ എൻ്റെ ഒരു പുതിയ ടോക്കിലോട്ട് കടക്കുകയാണ്. ഇന്നത്തെ എൻ്റെ വിഷയം നമ്മുടെ മധ്യത്തിലെ യേശു എന്നുള്ളതാണ്. ദൈവം വിദൂരത്തിലിരിക്കുന്ന ഒരാളല്ല. ദൈവം മനുഷ്യ ഹൃദയങ്ങളിൽ വസിക്കുന്ന ഒരാളാണ്. അതുപോലെ തന്നെ ദൈവം നമ്മുടെ കൂടെ മനുഷ്യരോടുകൂടെ ഒന്നിച്ച് ആയിരിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവമാണ്. നമ്മുടെ ഈ ഇസ്രായേൽ ജനത്തെ ദൈവം തെരഞ്ഞെടുത്തത് തന്നെ മനുഷ്യരോടുകൂടെ ഒന്നിച്ച് ആഗ്രഹിക്കാനുള്ള ദൈവത്തിൻ്റെ കൊതി കൊണ്ടാണ്. ആദിമ ക്രിസ്ത്യാനികൾക്ക് ആരാധിക്കാൻ വേണ്ടി ദേവാലയങ്ങളോ അതുപോലെ സക്രാരി വിശ്വവാനം എഴുന്നള്ളിച്ച് വെച്ചിട്ടൊന്നുമില്ലായിരുന്നു. എന്നിട്ടും ആദിമ ക്രിസ്ത്യാനികൾ എങ്ങനെയാണ് ആരാധിച്ചിരുന്നത്? അവർ മരിച്ച് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ സാന്നിധ്യം അവർക്കുണ്ടായിരുന്നു. യേശുവിൻ്റെ സാന്നിധ്യത്തിലാണ് അവർ ആരാധിച്ചിരുന്നത്. അതുപോലെ തന്നെ ആദിമ ക്രിസ്ത്യാനികൾ യേശുവിനെ കാണാതെ തന്നെ ആരാധിച്ചിരുന്നു. യേശുവിനെ കണ്ടതുകൊണ്ട് മാത്രം വിശ്വസിക്കുക എന്ന് പറയുന്നത് ശരിയായ രീതിയല്ല. കാരണം യേശു പറഞ്ഞിട്ടുണ്ടല്ലോ, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് യേശു തന്നെ പറഞ്ഞിട്ടുണ്ട്. ഉത്ഥാനം ചെയ്ത യേശു പലർക്കും പ്രത്യക്ഷപ്പെട്ടതായി ബൈബിളിൽ പറയുന്നുണ്ട്. ഉത്ഥാനം ചെയ്ത യേശു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു, വേറെ പലർക്കും പ്രത്യക്ഷപ്പെട്ടു. അതുകൊണ്ട് യേശു അന്ന് പ്രത്യക്ഷപ്പെട്ടു, ഇന്ന് പ്രത്യക്ഷപ്പെടാതിരിക്കുന്നതിൻ്റെ കാരണം ഇതാണ്. അത് യേശു തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്നോർത്ത് യേശു പ്രത്യക്ഷപ്പെടുന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല. ലോകത്തിൽ പലർക്കും യേശു ഇന്നും പ്രത്യക്ഷപ്പെടുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതുപോലെ തന്നെ യേശുവിൻ്റെ സാന്നിധ്യം നമുക്ക് വരാൻ വേണ്ടി 2-3 കാര്യങ്ങൾ ചെയ്യാൻ ബൈബിൾ പറയുന്നുണ്ട്. ഒന്നാമതായി യേശുവിൻ്റെ സാന്നിധ്യം നമുക്ക് വരാൻ നമ്മൾ ചെയ്യേണ്ടത് യേശുവിൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടണം എന്നുള്ളതാണ്. 2-3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാനുണ്ടായിരിക്കും എന്ന് യേശു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ നമ്മൾ ദേവാലയത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ യേശുവിൻ്റെ സാന്നിധ്യം അവിടെയുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അതുപോലെ തന്നെ രണ്ടാമതായി നമ്മൾ യേശുവിൻ്റെ സാന്നിധ്യം വരാൻ നമ്മൾ രണ്ടാമതായി ചെയ്യേണ്ടത് പരസ്പരം സ്നേഹിക്കുക എന്നുള്ളതാണ്. പരസ്പരം സ്നേഹിക്കുമ്പോൾ യേശുവിൻ്റെ സാന്നിധ്യം അവിടെയുണ്ട്. ഒരു സംഭവം ഞാൻ നിങ്ങളോട് പറയാം. ഒരു മനുഷ്യന് സാമ്പത്തികമായി വളരെ പ്രതിസന്ധി ഉണ്ടായി. ആ മനുഷ്യൻ സഹായത്തിനായി പലരെയും സമീപിച്ചു. എന്നാൽ ആരും ഒന്നും അദ്ദേഹത്തെ സഹായിച്ചില്ല. അവസാനം ആ നാട്ടിൽ ഒരു വേശ്യ ഉണ്ടായിരുന്നു. അവൾ ഇതറിഞ്ഞു, ഈ മനുഷ്യന് സാമ്പത്തികമായ പ്രതിസന്ധിയിലാണെന്നുള്ള വിവരം അറിഞ്ഞു. ആ വേശ്യ വന്ന് ഈ മനുഷ്യൻ്റെ അടുത്ത് വന്നിട്ട് കഴുത്തി കിടന്ന 4 പവൻ്റെ സ്വർണ്ണമാല ഊരി അദ്ദേഹത്തിന് കൊടുത്തിട്ട് പറഞ്ഞു, നീ ഇത് വിറ്റ് നിന്റെ കാര്യം നടത്ത് എന്ന്. ആ മനുഷ്യൻ എന്നോട് പറയുകയായിരുന്നു, ഇത്രയും വലിയൊരു സ്നേഹം ഞാൻ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ അനുഭവിച്ചിട്ടില്ല എന്ന്. ഈ സംഭവം ആ മനുഷ്യൻ എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് കർത്താവിൻ്റെ വാക്കുകളാണ് ഓർമ്മ വന്നത്. നിങ്ങളെക്കാൾ മുൻപേ വേശ്യകൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കും എന്ന കർത്താവിൻ്റെ വാക്കുകൾ. വേശ്യകൾ നിങ്ങളെക്കാൾ മുമ്പേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുമെന്ന് കർത്താവ് പറയുമ്പോൾ ആ പറഞ്ഞത് ഈ വേശ്യയെക്കുറിച്ചല്ലേ എന്ന് ഞാൻ ഓർക്കുകയാണ് സുഹൃത്തുക്കളെ. അതുകൊണ്ട് നമുക്ക് ആരെയും വിധിക്കാനുള്ള അധികാരമില്ല. വിധിക്കപ്പെടാതിരിക്കണമെങ്കിൽ നിങ്ങളും വിധിക്കരുത് എന്ന് തന്നെയാണ് യേശുവും പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ആരാണ് ആദ്യം സ്വർഗത്തിൽ പോണേ എന്ന് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റുകയില്ല. മൂന്നാമതായി യേശുവിൻ്റെ സാന്നിധ്യം നമ്മൾ അനുഭവിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ദൈവത്തിൻ്റെ വചനം വായിക്കുക എന്നുള്ളതാണ്. വചനം യേശു തന്നെയാണ് എന്ന് ബൈബിൾ പറയുന്നു. വചനം ദൈവമാണ്. വചനത്തിൻ്റെ ഒരു പ്രത്യേകത, ബൈബിൾ വചനത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മറ്റ് പുസ്തകങ്ങളിലുള്ള ആ വാക്കുകൾക്കൊന്നും ജീവനില്ല. പക്ഷെ ബൈബിളിലുള്ള വചനത്തിന് ജീവനുണ്ട്. കാരണം വചനം ദൈവം തന്നെയാണ്. നിങ്ങൾക്കത് തെളിയിക്കാൻ ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചിട്ടും ഒരു കാര്യം ഇപ്പം നടക്കണില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ അതിനോട് സംബന്ധിച്ച വചനം, ബൈബിളിൽ നിന്ന് കണ്ടുപിടിച്ചിട്ട് ആ വചനം ഒരു 10 പ്രാവശ്യം ഏറ്റു പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ ആവശ്യം പറയുക. അപ്പോൾ 100% ആ കാര്യം നിങ്ങൾക്ക് സാധിച്ചു കിട്ടും. അതുകൊണ്ട് വചനം എന്ന് പറയുന്നത് വെറും ഒരു വാക്കുകളല്ല, അത് ദൈവം തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ വിഷയത്തിൽ ഞാൻ പറഞ്ഞത്, ദൈവം എന്ന് പറയുന്നത് ആകാശത്തിലപ്പുറം എവിടെ ഇരിക്കുന്ന ഒരാളല്ല. ദൈവം നമ്മോടുകൂടെ ആയിരിക്കാൻ
നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കുന്ന ദിവ്യകാരുണ്യമായി നമ്മുടെ ഉള്ളിൽ വരുന്ന ആളാണ് ദൈവം. നമ്മുടെ ഉള്ളിൽ ദൈവം വസിക്കുന്നു. അതോടൊപ്പം പ്രപഞ്ചം നിറഞ്ഞു നിൽക്കുന്ന ദൈവമാണെങ്കിലും നമ്മുടെ ഹൃദയത്തിലും ദൈവം വസിക്കുന്നു. ഇന്നത്തെ എൻ്റെ ടോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. കൂടുതൽ കാര്യങ്ങൾ ഞാൻ എൻ്റെ അടുത്ത ടോക്കിൽ പറഞ്ഞുകൊള്ളാം. നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.